ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. അതായത് ഫിഷ് ഫ്രൈ, മീൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ മീൻ മുളകിടുന്നതും എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ക്രഷ് ചെയ്തത് വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നല്ലൊരു കളറ് കിട്ടും. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1 ടീസ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ വിനീഗർ കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. മീൻ ഇതുപോലെ വരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല മസാല കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ നന്നായി തേച്ചതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ നമുക്കത് 2 മണിക്കൂർ ഫ്രീസറിലല്ലാതെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ലതാണ്. നല്ല ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മീൻ അതിൽ വെച്ച് പൊരിച്ചെടുക്കാം. ഇതുപോലെ വെച്ച് ഒരു 4 മിനിറ്റ് നേരം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ട് അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് 4 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ ഈ ഗ്യാപ്പിലൂടെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടാൽ വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ ഇട്ടാൽ കേട്ടോ, മീനിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് പൊരിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇനിയൊരു ചട്ടി അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട്, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഇതുപോലെ നന്നായി ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി ഇട്ടാലും മതി. പിന്നെ അതിലേക്ക് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കുടംപുളിയുടെ ലിക്വിഡാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ 2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ്. കുടംപുളി അങ്ങനെ ഇടുകയാണെങ്കിലും ഒരു കുടംപുളി ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കാം. മൂടി ഒരു 4-5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതുപോലെ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇറക്കി വെക്കാം. മീൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ അതും ഒരു 4-5 മിനിറ്റ് നേരം വെന്താൽ മതി. പിന്നെ മീൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിലിട്ട് ഇളക്കുമ്പോൾ മീൻ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.